മലപ്പുറം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ഫാർമസിസ്റ്റ് നിയമനങ്ങളിൽ ക്രമക്കേടെന്ന ആരോപണം. ജൂലൈ 3 നടന്ന അഭിമുഖത്തിൽ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നത്. ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഓരോ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് വ്യത്യസ്ത ദിവസ വേതനം നിശ്ചയിച്ചെന്നാണ് പ്രധാന പരാതി. LSTD ഫണ്ടിൽ നിന്ന് നിയമനം ലഭിക്കുന്നവർക്ക് 950 രൂപ ദിവസവേതനം അനുവദിക്കുമ്പോൾ HMC ഫണ്ടിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകൾക്ക് 550 രൂപ മാത്രമാണ് നൽകുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. നിലവിൽ താൽക്കാലിക ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ ദിവസവേതനം നൽകണമെന്ന സർക്കാർ വ്യവസ്ഥ നിലനിൽക്കെയാണ് ആശുപത്രി അധികൃതർ വേതനത്തിൽ വിവേചനം കാണിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികളും സംഘടനകളും ആരോപിക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതായും പുതിയ അഭിമുഖം നടത്തുമെന്നും ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗിക ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചു. എന്നാൽ പിന്നീട് അതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ വീണ്ടും നിയമനം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. കാലാകാലങ്ങളായി ഫാർമസിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ഈ കുറഞ്ഞ സാലറിക്ക് അവർക്ക് അതിൽ ഗവൺമെന്റ് റൂൾ ഉണ്ടെന്നും നിയമമുണ്ടെന്നും അത്തരം സാലറി മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ ഇതേ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ കൊടുക്കണമെന്ന നിയമമുണ്ട്. ആ നിയമം ഈ വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു നിയമത്തിന്റെ പേരിൽ ഈ കുറഞ്ഞ സാലറിക്ക് ആളെ നിയമിക്കുന്നത് തികച്ചും വിരോധാഭാസമാണ്. അതിന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടന തീർത്തും പ്രതിഷേധം അറിയിക്കേണ്ട പോലെ അറിയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ദിവസവേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്ത ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമായവരെ ഉൾപ്പെടുത്താനാണ് ആശുപത്രിയുടെ നീക്കമെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. തൊട്ടടുത്ത് PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലമാണ് സ്ഥിര നിയമനം നടക്കാതെ പോകുന്നതെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി P. നുഫൈൽ ആരോപിച്ചു. ഇതിൽ തീർത്തും ഈ വിരോധാഭാസമായ ഇത്തരം പ്രതിഭാസങ്ങൾക്കെതിരെ, ഇത്തരം പരിപാടികൾക്കെതിരെ സംഘടന ഇനിയും മുന്നോട്ട് പോകും. നിയമപരമായി തന്നെ ഇതിനെതിരെ നേരിടുകയും ചെയ്യും. ഒരേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 950 ഒരാൾക്ക് 600 രൂപ എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാലാകാലങ്ങളായി ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ വിഷയം ഇതാണ്. ഇപ്പോഴും നിലവിൽ CHC പാറ്റേണുള്ള ഈ അവസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലിനെ ഇനിയും PSC തസ്തികകൾ അനുവദിക്കാമെന്ന് നിലനിൽക്കെ ഇതിനോടകം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ അത് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്നിട്ട് പോലും ഇവിടെ PSC നിയമനം നടക്കാത്തത് ഈ ഹോസ്പിറ്റലിനുള്ളിലെ ആളുകളുടെ കളികൾ മൂലമാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലമാണെന്നും വ്യക്തമാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായി സംഘടന അറിയിച്ചു. നിയമനത്തിലെ ക്രമക്കേടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.